ആ എന്താ ഭംഗി നോക്കുവാണോടാ? ആടാ, ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. ഇതാണ് ആ സൗണ്ട് ബാർ വരുന്നത്. HD 700 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് വരുന്നത്. വരുമ്പോ തന്നെ ഇതിന്റെ സ്പീക്കർ തന്നെ ഔട്ട്പുട്ട് പറഞ്ഞ പോലെ ഇത് പ്രീമിയം ഫിനിഷിംഗ്. ഇപ്പൊ നോക്കിക്ക് ഒരു പ്രീമിയം ആണ്. സാധാരണ ഒരു ഇത് കണ്ടല്ലോ, ഇത്രയും സൗണ്ടിൽ ഇത് വരുമ്പോ ഒരു ചെറിയൊരു ഇത് വരുന്നില്ലേ, ബെസ്റ്റും കാര്യങ്ങൾ വരുമ്പോ ഇവിടെ മാറ്റാ വരുന്നത്. ചെറിയൊരു മാറ്റ് ഫിനിഷ് വരും. ബോഡി കാര്യങ്ങൾ അങ്ങനെ പിടിക്കത്തില്ല ഇതിന്. പിന്നെ അത്യാവശ്യം ബാറിനാണ് അത്യാവശ്യം നല്ല വലിപ്പം വരുന്നത്. പിന്നെ ഇതിന്റെ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 400 വാട്ട്സ് സൗണ്ട് ഔട്ട്പുട്ട് വരും ഇതിന്, സബ് വൂഫർ. പിന്നെ പോരാത്തതിന് ഇതിന് ചാനൽ വരുന്നത് 3.1 ചാനലാണ് വരുന്നത്. പിന്നെ ആ പോരാത്തതിന് സറൗണ്ടിങ് എഫക്റ്റ് കിട്ടണമെങ്കിൽ വെർട്ടിക്കൽ എൻജിൻ എന്ന് പറഞ്ഞൊരു മോഡ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സറൗണ്ടിങ് ചെയ്ത് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത് 7.1.2 ചാനല് നമുക്ക് സറൗണ്ടിങ് എഫക്റ്റ് നമുക്കിത് കിട്ടുന്നതാണ്. 10 സറൗണ്ടിങ് എഫക്റ്റ് നമുക്കിത് കിട്ടുന്നതാണ്. ഇതാണ് സബ് വൂഫർ, ഇതാണ് ബാർ വരുന്നത്. പിന്നെ കൺട്രോൾ പാനൽ വരുന്നതെന്ന് പറഞ്ഞാൽ ടച്ച് പാനലാണ് വരുന്നത്. പോരാത്തതിന് ഇത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആവുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് അതുപോലെ തന്നെ DTS സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്തിന്റെ വേർഷൻ വരുന്നത് 5.0 വേർഷൻ വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് HDMI 1 വരുന്നത്. ഇത് അതുപോലെ ഇതാണ് ഒപ്റ്റിക്കൽ കേബിൾ വരുന്നത്. പിന്നെ HDMI ഔട്ട്പുട്ട് വരുന്നത് ഇതാണ്. അതിൽ ERC ARC സപ്പോർട്ട് ആവുന്നുണ്ട് ഇതിന്. ERC ARC. പിന്നെ ഇതാണ് സർവീസ് അപ്ഡേറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത് കണക്ട് ചെയ്താൽ മതി. ഇതാണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് കണക്ട് ചെയ്യുക. ഒരു പ്രീമിയം ക്വാളിറ്റി സാധനമല്ലേ? ആണ്. ഫോണിയുടെ ആകുമ്പോൾ അറിയാമല്ലോ. പിന്നെ ബ്രാവിയ സീരീസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ബ്രാവിയ സീരീസ് വരുന്ന ഒരു മോഡലാണ്. ബ്രാവിയയുടെ ആ ക്വാളിറ്റി നമുക്ക് ഇത് കിട്ടുന്നതാണ്. ബ്രാവിയ സീരീസ് വരുന്ന മോഡലാണോ അതോ ബ്രാവിയ പോലെ ഒരു ക്വാളിറ്റി കിട്ടുന്നേ ഉള്ളൂ. അത്ര ഉള്ളല്ലേ? ബ്രാവിയ സീരീസ് അല്ലേ. ബ്രാവിയ സീരീസ് വരുന്നതിന് ഏകദേശം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഒരു 1000 വാട്ട്സിൻ്റെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. സിസ്റ്റം 6 എന്നാ ഒരു മോഡലല്ലേ നമ്മൾ ചെയ്തത്. അതായത് സിസ്റ്റം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഡോൾബി അറ്റ്മോസ്, പിന്നെ DTS, വയർലെസ് സബ് വൂഫർ. 3.1 ചാനലാണ് ഇത്. നമുക്ക് സൗണ്ട് എൻഹാൻസ് ചെയ്ത് 7.1.2 ചാനൽ ഇത് അവൈലബിൾ ആണ്. അത്ര സറൗണ്ടിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് എൻ്റെ സ്പീക്കർ വരുന്നത്. നോക്കുമ്പോൾ തന്നെ ഇത് സെൻട്രൽ സ്പീക്കർ. ഇതായിരിക്കും മെയിനായിട്ട് സിനിമ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡയലോഗ് എൻഹാൻസ് ചെയ്യുന്ന ഇതായിരിക്കും. ഇതാണ് സറൗണ്ടിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് രണ്ടും ഇത് ജസ്റ്റ് ഒരു ഡിസൈൻ വെച്ചെന്നേ ഉള്ളൂ. ഇതാ വരുന്നത്. ഈ മെയിനായിട്ട് നമ്മൾ സിനിമ കാണുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിലായിരിക്കും എൻഹാൻസ് ചെയ്യുന്നത് ഡയലോഗ്. അടിപൊളി ഒരു സെറ്റപ്പ് സാധനം തന്നെ ആണ്. പോരാത്തതിന് DTS സപ്പോർട്ട് ആവുന്നുണ്ട്, DTX. പിന്നെ പോരാത്തതിന് ഡോൾബി അറ്റ്മോസ് സറൗണ്ടിങ് എഫക്റ്റ് അപ്പം തന്നെ കിട്ടും. ഒരു 3D എക്സ്പീരിയൻസ് ആയി ഇതൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത്. 3D എക്സ്പീരിയൻസ്. പിന്നെ സബ് വൂഫർ, ഇതാണ് വരുന്നത് സബ് വൂഫർ. വാറണ്ടി ഒക്കെ? വാറണ്ടി 1 ഇയർ ആണ്. 1 ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ വരുന്നത്. ഇവിടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇത് വോൾട്ടേജ് വരുന്നത് 220 വാട്ട്സ് തൊട്ട്. പവർ കോഡല്ലേ വരുന്നത്? പവർ കോഡ് ഇത് ഓണാക്കാൻ ഉദ്ദേശിച്ചത്. ഇത് വയർലെസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് ലിങ്ക് ആവണമെന്ന്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ഇത് ലിങ്ക് ചെയ്താൽ മാത്രമേ ഇത് കണക്റ്റ് ആവത്തുള്ളൂ. വയർലെസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയണമെന്നില്ല. അത് മെയിനായിട്ട് അത് എല്ലാ ബ്രാൻഡിനും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു ലിങ്ക് ബട്ടൺ മതി. ഈ ലിങ്ക് ബ്ലിങ്ക് ആയി ഇപ്പോൾ റെഡ് ആയിരിക്കും കാണിക്കുന്നത്. റെഡ് മാറ്റി നീലയാണെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ അറിയത്തുള്ളൂ. നീല ലിങ്ക് ആവണം. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ ഇതാണ്. 220 വാട്ട്സ് തൊട്ട് 240 വാട്ട്സ് വരെയാണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്. 50 തൊട്ട് 60 ഹെർട്സാണ് വരുന്നത്. പിന്നെ സൗണ്ട് ഫ്രീക്വൻസി വരുന്നതെന്ന് പറഞ്ഞാൽ 20K ഹെർട്സ് വരും. 20K ഹെർട്സ്. മോഡൽ പറയാം. ഇതാണ് മോഡൽ വരുന്നത്. SAWG 700. ഇതാണ് മോഡൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ പിന്നെ പ്രൈസ് പറഞ്ഞോ. പ്രൈസ് വരുന്നത് നമുക്ക് 51,990 ഇതിൻ്റെ. നമ്മുടെ ഓഫറിൽ കിടക്കുന്നത് 40,500. നമ്മുടെ പ്രൈസ് കൊടുക്കാൻ പറ്റുന്ന 25 രൂപയ്ക്ക് കൊടുക്കുക.
25 കൊടുക്കാം അല്ലേ? ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, ഓൺലൈൻ പ്രൈസ് അത് തന്നെയാണ്. 25 രൂപയ്ക്ക് കൊടുക്കാം. 25 രൂപയ്ക്ക് കൊടുക്കാം. ഞാൻ കുറ്റം പറയണ്ടല്ലോ. ആണ്. ഓൺലൈൻ നോക്കിയത് ഫ്ലിപ്കാർട്ടിലെയാണ്. വേണം ചെക്ക് ചെയ്യണോ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അല്ലേ? ഇവിടെ ഇതാണ് ഫ്ലിപ്കാർട്ടിലെ പ്രൈസാണ്, ഈ പ്രൈസ് വരുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇതിന്റെ സബ് വൂഫർ മാത്രം വരുന്നത് 100 വാട്ട്സ് ആണ്. ബാക്കി ഔട്ട്പുട്ട് വരുന്നതെല്ലാം ബാറിൽ നിന്നാണ് വരുന്നത്. അപ്പം സബിനല്ല ഇത് ഫോക്കസ് ചെയ്യുന്നത്, സൗണ്ടിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ മോഡല്. വൈൻഡ് അപ്പ് ചെയ്താലോ? ചെയ്യാലോ. അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു JBLന്റെ, അതൊക്കെ കാറ്റി പറന്നുപോയി. അപ്പോൾ പക്ഷേ ബാക്കിയുള്ള വീഡിയോക്കാൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ ഗോപി, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ.